നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ ആരോഗ്യം മറ്റാർക്കും വേണ്ടി ത്യജിക്കരുത് എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമുക്ക് ഓട്സ് വെച്ചൊരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടത് ഓട്സ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പുതിന, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത്. ആദ്യം നമ്മൾ ഓട്സ് ഒന്ന് നന്നായി വറുത്തെടുക്കണം, നല്ല മൊരിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ ഓട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിൽ തക്കാളി, ഉള്ളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക. നന്നായി വഴറ്റണ്ട കേട്ടോ, കുറച്ചും കൊണ്ട് ഒന്ന് ആയാൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റെസിപ്പിക്ക് അത്രയും വഴറ്റണമെന്നില്ല, അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ. പിന്നെ ഉപ്പ് നമ്മൾ പാകത്തിന്, കൂടുതലിടണ്ട, പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ എണ്ണയും ഉപ്പും കുറയ്ക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഞാനൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വേണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓട്സ്, ആ ഓട്സ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആണല്ലോ. നമ്മൾ ഇനി അടുത്തതിലേക്ക് വേണ്ട മെയിൻ സാധനം എഗ്ഗാണ്. ഞാൻ ഒരു എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 എഗ്ഗൊക്കെ ഇട്ട് കൊടുക്കുക. എനിക്ക് 1 മാത്രം മതിയെന്ന് തോന്നി, 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നല്ലോണം ചിക്കുക. ഈ മുട്ടയിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അത് നന്നായി ഇളക്കി, ഇത്രേ ഉള്ളൂ. നന്നായി അത് നല്ലോണം വാട്ടിയെടുത്താൽ നമ്മളെ ഇതിലേക്ക് ഓട്സിലേക്ക് മിക്സ് ചെയ്താൽ നമ്മളെ റെസിപ്പി റെഡിയായി. നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.